പശ്ചിമേഷ്യ പുകയുക തന്നെയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും യുദ്ധം കനക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അന്താരാഷ്ട്ര രാജ്യങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ ഇസ്രായേലിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ലെബനനിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. തെക്കൻ ബെയ്റൂട്ടിൽ വ്യാപക ബോംബാക്രമണവും തുടരുന്നുണ്ട്. ഇറാന് തിരിച്ചടി നൽകുമെന്ന് സൂചന നൽകിക്കൊണ്ട് യുഎസും എത്തി. ഇറാനെ ആക്രമിക്കാൻ എല്ലാ മാർഗങ്ങളും പരിഗണനയിലെന്നാണ് അമേരിക്ക പറയുന്നത്. യുഎസ് സെൻട്രൽ കമാൻഡ് മേധാവി ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ ഹമാസ് ബന്ദികളാക്കിയവരെ ഉടൻ മോചിപ്പിക്കണമെന്ന് യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ബന്ദികളെ സന്ദർശിക്കാൻ റെഡ് ക്രോസിനെ ഹമാസ് അനുവദിക്കണമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇറാനെതിരെ ആക്രമണമുണ്ടാകുമെന്ന ഉറച്ച നിലപാട് വ്യക്തമാക്കി. ബെഞ്ചമിൻ നെതന്യാഹുവുമുണ്ട്. ഇസ്രായേലിന് ആയുധം നൽകുന്ന നിർത്താൻ നിർദ്ദേശിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ നെതന്യാഹു രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ആന്റോണിയോ ഗുട്ടറസിന്റെയും ഒപ്പം നെതന്യാഹുവിന്റെയും പ്രതികരണം കൂടെ കേട്ടിട്ട് ഐസൻ ജോസിലേക്ക് എത്താം. I have a message for President Macron. Today, Israel is defending itself on 7 fronts against the enemies of civilization. We're fighting in Gaza against Hamas, those savages who murdered, raped, beheaded, and burned our people on October 7th. We're fighting in Lebanon against Hezbollah, the most heavily armed terror organization in the world, which was planning an even greater massacre than October 7th on our northern border, and that has rocketed Israeli towns and cities for nearly a year. We're fighting against the Houthis in Yemen and the Shiite militias in Iraq and Syria that together have launched hundreds of drones and missile attacks against Israel. We're fighting against terrorists in Judea and Samaria who are trying to murder civilians in the heart of our cities. And we're fighting against Iran, which last week fired over 200 ballistic missiles directly at Israel, and which stands behind the 7-front war against Israel. As Israel fights the forces of barbarism led by Iran, all civilized countries should be standing firmly by Israel's side. Yet President Macron and some other Western leaders are now calling for an arms embargo against Israel. Shame on them. Is Iran imposing an arms embargo on Hezbollah, on the Houthis, on Hamas, and on its other proxies? Of course not. This is a day for the global community to repeat in the loudest voice our utter condemnation of the abhorrent acts of Hamas, including the taking of hostages. Over the course of the past year, I have met with the families of hostages, learned more about the lives, hopes and dreams of their loved ones, and shared in their anguish and pain. I cannot imagine the torture they are forced to endure every day, and I demand once again the immediate and unconditional release of all hostages. Until then, Hamas must allow the International Committee of the Red Cross to visit those hostages. യെസ്, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് വിശദാംശങ്ങളുമായിട്ട് ചേരുന്നുണ്ട്. ഐസൻ, ഇപ്പോൾ നമ്മൾ 2 ആളുകളുടെ പ്രതികരണമാണ് കേട്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ. ആദ്യം ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വാക്കുകളിലേക്ക് തന്നെ കടക്കാം. പ്രതിരോധിക്കാനുള്ള അവകാശം ഏതൊരു രാജ്യത്തിനുമുണ്ട്, അതാണ് തങ്ങൾ ചെയ്യുന്നത്. ഒപ്പം ഭീകരതയ്ക്കെതിരായുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്ന് ഇമ്മാനുവൽ മാക്രോണിന് ശക്തമായ മറുപടി നൽകുകയാണ്. ഇമ്മാനുവൽ മാക്രോണിൻ്റെ വാക്കുകൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. മോശം പരാമർശമായി പോയി, ഷെയിംഫുൾ എന്ന് വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം ആക്രമണം കടുപ്പിക്കുക തന്നെയല്ലേ ചെയ്യുന്നത് ഇറാനെതിരെ ഇസ്രായേൽ? തീർച്ചയായും ഇറാനെതിരെ ആക്രമണം ഇസ്രായേൽ അമേരിക്കയുടെ പിന്തുണയോടെ കടുപ്പിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് എല്ലാ പുതിയ വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, അമേരിക്കയുടെ പ്രത്യക്ഷ യുദ്ധസന്നാഹങ്ങളെല്ലാം തന്നെ ഇസ്രായേലിനെ പിന്തുണയുമായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയം. അത് ജനറൽ മൈക്കൽ ക്യുറീല, അതായത് യുഎസ് സെൻട്രൽ കമാൻഡിൻ്റെ മേധാവി ജനറൽ മൈക്കൽ ക്യുറീല ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്, ഇസ്രായേലിൽ എത്തിയിരിക്കുകയാണ്. നേതൃത്വം നൽകുന്നതിന്, അതായത് ഈ യുദ്ധത്തിന് നേതൃത്വം നൽകുന്നതിനുള്ളൊരു നീക്കം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കമാൻഡ് എത്തിയതിൻ്റെ ഒരു തെളിവായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, മധ്യേഷ്യയിൽ ശക്തമായ സൈനിക വിന്യാസം, 43,000-ഓളം സൈനികരെ US വിന്യസിച്ചു. ഈ അടുത്ത ദിവസങ്ങളിലാണ് വൻതോതിൽ സൈനികരുടെ എണ്ണം വർദ്ധിപ്പിച്ചതും അതുപോലെ തന്നെ അനുബന്ധ സംവിധാനങ്ങളുടെ മിലിറ്ററി അസറ്റ്സിൻ്റെ ഒരു വർധനവ് ഉണ്ടാക്കുകയും ചെയ്തത്. സ്വാഭാവികമായും അതിനുശേഷം മൈക്കലിൻ്റെ സന്ദർശനം, സെൻട്രൽ കമാൻഡിൻ്റെ മേധാവിയുടെ സന്ദർശനം ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം തന്നെയാണ്. മാത്രമല്ല, ഇറാനെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹു, നമ്മളിപ്പോൾ കേട്ടതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ
നെതന്യാഹുവിൻ്റെ വാക്കുകൾ കൃത്യമായി തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അതൊരു സംസ്കൃത സമൂഹത്തിന് അനിവാര്യമായ നീക്കമാണ് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും എടുത്തു പറയേണ്ടത് അന്റോണിയോ ഗുട്ടറസിൻ്റെ ഒരു നിലപാട് കൂടിയാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, അന്റോണിയോ ഗുട്ടറസ് ഇസ്രയേൽ പ്രവേശിക്കുന്നത് തടഞ്ഞുകൊണ്ട് ഇസ്രയേൽ ഭരണകൂടം നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. കാരണം ഹമാസിൻ്റെ ക്രൂരമായ രക്തച്ചൊരിച്ചിലിലേക്ക് വഴിവെച്ച കാര്യങ്ങളെ അപലപിക്കാതിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുള്ളതിനാൽ അവിടേക്ക് വരുന്നതിനെ തടയുന്ന ഒരു നിലപാടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഹമാസിൻ്റെ ഈ ക്രൂരകൃത്യങ്ങളെ കൃത്യമായി അദ്ദേഹം എടുത്തു പറയുകയും തുടർന്ന് ബന്ദികളുടെ മോചനം സാധ്യമാക്കണമെന്ന് കൃത്യമായി പറയുകയും ബന്ദികളുടെ മോചനം സാധ്യമാക്കുക മാത്രമല്ല ആ ബന്ദികളെ കാണാൻ ഉടൻ തന്നെ ഇൻ്റർനാഷണൽ റെഡ് ക്രോസിനെ അനുവദിക്കണമെന്നും പറയുന്നു. ഒരു വശത്തുകൂടി ശക്തമായ ബന്ദികളുടെ മോചനത്തിന് ഉത്തരവാദിത്തത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നു. അതേസമയം ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്താനുള്ള നീക്കം ഇസ്രയേലും അമേരിക്കയും തുടരുന്നു. അതിനായുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ കാര്യമായി ഒരുക്കിയിരിക്കുന്നു എന്നതാണ് പ്രധാനം. നമുക്കറിയാവുന്നതാണ്, സർവൈലൻസ് വിമാനങ്ങൾ ഉൾപ്പെടെ അമേരിക്ക ഇറാന് നൽകി കഴിഞ്ഞിരിക്കുകയാണ്.